ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള PSC പരീക്ഷയിൽ കേരള ചരിത്രത്തിൽ നിന്നും ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരെ കംപ്ലീറ്റ് ആയിട്ടും അഴിച്ചു പറക്കി നോക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729 മുതൽ 1758 വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം. മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം 1706. മാർത്താണ്ഡവർമ്മയുടെ പിതാവ് കിളിമാനൂർ കോയിത്തമ്പുരാൻ ആണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നും അറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിന്റെയും നയം അല്ലെങ്കിൽ ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തെയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നും അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ ആരാണ്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനം പത്മനാഭപുരമാണ്. കൽക്കുളം എന്നും അറിയപ്പെടുന്ന പത്മനാഭപുരമാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനം. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനമാണ് മാവേലിക്കര. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം മാവേലിക്കര. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനം പത്മനാഭപുരം അല്ലെങ്കിൽ കൽക്കുളമാണ്. ഒന്നാം തൃപ്പടിദാനം നടന്നത് 1750 ജനുവരി 3-നാണ്. നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മ. 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഇമ്പോർട്ടന്റ് ചോദ്യം. 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ വേണാട് ഉടമ്പടി ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ചേർന്ന് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി കൂടിയാണ് വേണാട് ഉടമ്പടി. കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവും മാർത്താണ്ഡവർമ്മയാണ്. കായംകുളം ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം പണി കഴിപ്പിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്. കണ്ടെഴുത്ത്, ഭൂസർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവും ഇദ്ദേഹമാണ്. കണ്ടെഴുത്ത് അല്ലെങ്കിൽ ഭൂസർവേ ഒക്കെ ആരംഭിച്ചതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്. 8 വീട്ടിൽ പിള്ളമാരെ കുറിച്ച് നോക്കാം. ക്ഷേത്രം വക വസ്തുക്കൾ 8ആയിട്ട് ഭാഗിച്ച് കരം പിരിക്കുന്നതും മറ്റുമായിട്ട് ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. ഈ നായർ മാടമ്പിമാർ 8 വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മയ്ക്ക് എതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന 8 വീട്ടിൽ പിള്ളമാരെ രാജാധികാരത്തിന്റെ പിൻബലത്തിൽ മാർത്താണ്ഡവർമ്മ ഇല്ലാതെയാക്കി. 8 വീട്ടിൽ തറവാടുകളും ഇടിച്ചു നിരത്തി കുളങ്ങൾ നിർമ്മിച്ചു. ഇതോടെയാണ് കുളം തോണ്ടുക എന്ന ശൈലി മലയാളത്തിൽ പ്രചാരം നേടിയത്. അടുത്തതായിട്ട് നമുക്ക് പത്മനാഭപുരം അല്ലെങ്കിൽ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണിത രാജാവാരാണ്? മാർത്താണ്ഡവർമ്മ. പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണിത രാജാവാണ് മാർത്താണ്ഡവർമ്മ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ്. ഭദ്രദീപം വർഷത്തിൽ 2 തവണ നടക്കുന്നുണ്ട്. മുറദീപം വർഷത്തിൽ 6 വർഷത്തിൽ ഒരിക്കലുമാണ് മുറജപം നടക്കുന്നത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം ആരംഭിച്ച രാജാവ് ഇദ്ദേഹമാണ്. മുറജപം ആദ്യമായിട്ട് ആഘോഷിച്ച വർഷം 1750. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ്. കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണിത രാജാവും ഇദ്ദേഹം. തിരുവിതാംകൂറിൽ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച രാജാവ്. ഇമ്പോർട്ടന്റ് ചോദ്യം. തിരുവിതാംകൂറിൽ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച രാജാവ് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ.
രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവും ഇദ്ദേഹമാണ്. മരുമക്കത്തായ സമ്പ്രദായം പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ രാജാവാണ് ഇദ്ദേഹം. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരമാണ് ഇദ്ദേഹം വേണാട്ടിൽ അധികാരത്തിൽ വന്നത്. ശ്രീ പത്മനാഭ വഞ്ചിപ്പാല മാർത്താണ്ഡ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ് ഇദ്ദേഹമാണ്. ഉദയഗിരി കോട്ട പുതുക്കി പണിത രാജാവ്. ഉദയഗിരി കോട്ട പുതുക്കി പണിതത് ഇദ്ദേഹമാണ്. ഉദയഗിരി കോട്ട നിർമ്മിച്ചതാരാണ്? വീര രവിവർമ്മയാണ്. തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യം, അതായത് മറവപ്പട ഏർപ്പെടുത്തിയ രാജാവ് ഇദ്ദേഹമാണ്. വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരിയും ഇദ്ദേഹമാണ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് എവിടാണ്? നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താണ്. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം 1742. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചത് 1742. പുറക്കാട് യുദ്ധം നടന്ന വർഷം 1746. പുറക്കാട് യുദ്ധം 1746. കായംകുളത്തെ പിടിച്ചെടുത്തത് പുറക്കാട് യുദ്ധത്തിലാണ്. വർഷം 1746. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മന അണക്കെട്ടും പുത്തൻ അണക്കെട്ടും. പൊന്മന അണ, പുത്തൻ അണ ഒക്കെ നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. മാർത്താണ്ഡവർമ്മയുടെ സമകാലീനന്മാരാണ് രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും. മാർത്താണ്ഡവർമ്മയുടെ സമകാലീനനാണ് രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാരും. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യമാണ് നായർ ബ്രിഗേഡ്. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണം ആർക്കായിരുന്നു? നായർ ബ്രിഗേഡ്. ആറ്റിങ്ങലിനെ തിരുവിതാംകൂറുമായിട്ട് ലയിപ്പിച്ച വർഷം 1730. ആറ്റിങ്ങലിനെ തിരുവിതാംകൂറുമായിട്ട് ലയിപ്പിച്ചത് 1730. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയാണ് കൃഷ്ണശർമ്മ. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി ആരാണ്? കൃഷ്ണശർമ്മ. അമ്പലപ്പുഴ യുദ്ധം നടന്ന വർഷം 1754. അമ്പലപ്പുഴ യുദ്ധം 1754. കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലുള്ള ആനന്ദേശ്വര യുദ്ധം നയിച്ച വർഷം 1754. അത് വിജയിച്ചതാരാണ്? തിരുവിതാംകൂർ. കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ നടന്ന ആ യുദ്ധത്തിന്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ആനന്ദേശ്വര യുദ്ധം. ആനന്ദേശ്വര യുദ്ധം നടന്ന വർഷം 1754. തിരുവിതാംകൂറാണ് വിജയികൾ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം 1742. മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത എന്നാണ്? 1742. ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഹിരണ്യഗർഭം ചടങ്ങ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ഒരു ചടങ്ങാണ് ഹിരണ്യഗർഭം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടത്തിപ്പ് ചടങ്ങാണ് ഹിരണ്യഗർഭം. ഹിരണ്യഗർഭത്തിന് ഉപയോഗിക്കുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെടുന്നത് പഞ്ചഗവ്യം എന്നാണ്. ഹിരണ്യഗർഭത്തിന് ഉപയോഗിക്കുന്ന പാൽ ചേർത്ത മിശ്രിതത്തെ പഞ്ചഗവ്യം എന്ന് അറിയപ്പെടുന്നു. അടുത്തതായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് യുദ്ധം, കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് നോക്കാം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് മാസം 10. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് മാസം 10. കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവർ ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി വിജയിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുൻപിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലാണ്. കുളച്ചൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ സൈന്യാധിപനാണ് ഡിലനോയ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ സൈന്യാധിപൻ ഡിലനോയ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈന്യാധിപനാണ്
ഡിലനോയ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ ആരാണ്? ഡിലനോയ്. അദ്ദേഹം ഒരു ഡച്ച് സൈന്യ അധിപനാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഡിലനോയ് സ്മാരകം കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ട. ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി വേണാട് രാജാവായിട്ടുള്ള വീര രവിവർമ്മയാണ്. ഉദയഗിരി കോട്ട നിർമ്മിച്ചതാരാണ്? വീര രവിവർമ്മ. അടുത്തത് മാവേലിക്കര ഉടമ്പടിയെക്കുറിച്ച് നോക്കാം. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1753 ഓഗസ്റ്റ് 15. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത്. മാവേലിക്കര ഉടമ്പടിയെ തുടർന്ന് ഡച്ചുകാർ കുരുമുളകിന് പകരമായിട്ട് യുദ്ധസാമഗ്രികൾ തിരുവിതാംകൂറിന് നൽകണമെന്നും തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡച്ചുകാർ ഇടപെടരുതെന്നും ധാരണയായിട്ടുണ്ട്. ഡച്ചുകാരും കേരളത്തിൽ അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ഏതാണ്? മാവേലിക്കര ഉടമ്പടി. ഇമ്പോർട്ടന്റ് ചോദ്യം. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. അടുത്തതായിട്ട് തൃപ്പടി ദാനത്തെ കുറിച്ച് നോക്കാം. തൃപ്പടി ദാനം നടന്ന വർഷം 1750. മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവത്തെയാണ് തൃപ്പടി ദാനം എന്നറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടി ദാനം. തൃപ്പടി ദാനം നടന്നത് 1750 ജനുവരി 3, അതായത് മകരം 5, 925 ആണ്ടിലാണ് തൃപ്പടി ദാനം നടന്നത്. ഇംഗ്ലീഷ് വർഷം മാത്രം മതി. 1750 ജാനുവരി 3. തൃപ്പടി ദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭ ദാസന്മാർ എന്ന് അറിയപ്പെടുന്നു. തൃപ്പടി ദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികളെ എന്താണ് വിളിച്ചത്? പത്മനാഭ ദാസന്മാർ എന്നറിയപ്പെട്ടു. രണ്ടാം തൃപ്പടി ദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അദ്ദേഹത്തെ വിളിക്കുന്നത് ധർമ്മരാജ എന്നാണ്. ഒന്നാം തൃപ്പടി ദാനമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. 1750 നടത്തിയത് മാർത്താണ്ഡവർമ്മ. രണ്ടാം തൃപ്പടി ദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ. രണ്ടാം തൃപ്പടി ദാനം നടന്ന വർഷം 1766 ആണ്. തൃപ്പടി ദാനം എന്ന കൃതി രചിച്ചതാരാണ്? ഉമാമഹേശ്വരി. ഉമാമഹേശ്വരിയുടെ ഒരു കൃതിയാണ് തൃപ്പടി ദാനം. മാർത്താണ്ഡവർമ്മയുടെ പ്രധാനപ്പെട്ട വർഷങ്ങൾ നോക്കാം. മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ട പ്രധാന വർഷങ്ങൾ നോക്കുമ്പോൾ ആദ്യം തന്നെ 1706 മാർത്താണ്ഡവർമ്മ ജനിച്ചത്. 1723 ഇംഗ്ലീഷുകാരുമായിട്ട് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചു. നമ്മളിപ്പോൾ എല്ലാ പോയിന്റ് നോക്കിയതാണ്, എന്നാലും ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. 1706 ജനിച്ചു മാർത്താണ്ഡവർമ്മ. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1723. അടുത്തത് 1729 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിട്ട് ചുമതലയേറ്റു. മാർത്താണ്ഡവർമ്മ ആദ്യമായിട്ട് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിട്ട് ചുമതലയേറ്റ വർഷം 1729 ആണ്. 1730 8 വീട്ടിൽ പിള്ളമാരെ തമിഴ്നാട്ടിലെ മെയ്ക്കാ മണ്ഡപത്ത് വെച്ച് തൂക്കിലേറ്റി. ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ച വർഷവും 1730 ആണ്. 2 പോയിന്റുകളാണ്. 8 വീട്ടിൽ പിള്ളമാരെ തമിഴ്നാട്ടിലെ മെയ്ക്കല മണ്ഡപത്ത് വെച്ച് തൂക്കിലേറ്റുകയും ചെയ്തു. ആറ്റിങ്ങൽ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചതും 1730 1731 മുതൽ 33 വരെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത്. 1731 മുതൽ 33 വരെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അദ്ദേഹം പുതുക്കി പണിതു. 1741 കുളച്ചൽ യുദ്ധം ഇമ്പോർട്ടന്റ് ആണ്. 1741 കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന കുളച്ചൽ യുദ്ധം നടന്നത്. അതേപോലെ കൊട്ടാരക്കരയെ തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ചതും 1741 1742 മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചു. 1742 മാന്നാർ ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ ഒപ്പുവെച്ചതാണ് മാന്നാർ ഉടമ്പടി 1742. അതേപോലെ കിളിമാനൂർ പിടിച്ചെടുത്തു. കിളിമാനൂരിനെ അദ്ദേഹം പിടിച്ചെടുത്ത വർഷം 1742.
1746 ആയപ്പോഴേക്കും പുറക്കാട് യുദ്ധം നടന്നു. 1746 പുറക്കാട് യുദ്ധം നമ്മളിപ്പോൾ പഠിച്ചത്. അതെന്താണ്? മാർത്താണ്ഡവർമ്മ ഓടനാട് കായംകുളത്തെ കീഴടക്കിയ യുദ്ധമാണ് പുറക്കാട് യുദ്ധം. കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചതും 1746 1746 പുറക്കാട് യുദ്ധം, മാർത്താണ്ഡവർമ്മ കായംകുളം കീഴടക്കിയ യുദ്ധം പുറക്കാട് യുദ്ധം നടന്നു. അതേപോലെ കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ച വർഷവും 1746. 1749 തെക്കുംകൂർ തിരുവിതാംകൂറിനോട് ചേർത്തു. 1749 തെക്കുംകൂറും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു. 1750 ഒന്നാം തൃപ്പടിദാനം നടന്നു. ഇമ്പോർട്ടന്റ് വർഷം 1750. ഞാവക്കാട് കാർത്താക്കന്മാരുടെ കീഴിലായിരുന്ന മീനച്ചിൽ തിരുവിതാംകൂറിനോട് ചേർത്തു. ഒന്നാം തൃപ്പടിദാനവും ഞാവക്കൽ കർത്താക്കന്മാരുടെ കീഴിലായിരുന്ന മീനച്ചിൽ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തതും 1750. 1753 ആയപ്പോഴേക്കും ഡച്ചുകാരുമായിട്ട് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചു. അദ്ദേഹം ഡച്ചുകാരുമായിട്ട് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1753. 1754 ആയപ്പോഴേക്കും അമ്പലപ്പുഴ യുദ്ധം, ആനന്ദേശ്വര യുദ്ധവും അദ്ദേഹം നടത്തി. 1754 അമ്പലപ്പുഴ യുദ്ധം, ആനന്ദേശ്വര യുദ്ധവും നടന്നത്. 1758 മാർത്താണ്ഡവർമ്മ നാടു നീങ്ങി. 1758 അദ്ദേഹം നാട് നീങ്ങിയത്. മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ കൂടി നോക്കാം. അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിനെ പതിവ് കണക്ക് എന്ന് വിളിക്കുന്നു. മാർത്താണ്ഡവർമ്മയുടെ ബഡ്ജറ്റിനെയാണ് നമ്മൾ പതിവ് കണക്ക് എന്നറിയപ്പെടുന്നത്. ചെക്ക് പോസ്റ്റിനെ ചൗക്കകൾ എന്ന് വിളിക്കുന്നു. പോസ്റ്റൽ സമ്പ്രദായത്തെ അഞ്ചൽ. താലൂക്ക് ഓഫീസ് അദ്ദേഹത്തിന് മണ്ഡപത്തിൻ വാതുക്കലാണ്. താലൂക്ക് ഓഫീസ് മണ്ഡപത്തും വാതുക്കൽ. തഹസീൽദാർ കാര്യക്കാർ എന്നറിയപ്പെടുന്നു. വില്ലേജ് ഓഫീസിനെ പകുതികൾ. വില്ലേജ് ഓഫീസറിനെ പർവത്തിക്കാർ എന്നും വിളിക്കുന്നു. ധനമന്ത്രിമാരെ മുളക് മടീശീലക്കാർ എന്നും മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ബഡ്ജറ്റ് പതിവ് കണക്ക്, ചെക്ക് പോസ്റ്റ് ചൗക്കകൾ, പോസ്റ്റൽ സമ്പ്രദായം അഞ്ചൽ, താലൂക്ക് ഓഫീസ് മണ്ഡപത്തും വാതുക്കൽ, തഹസീൽദാർ കാര്യക്കാർ, വില്ലേജ് ഓഫീസ് പകുതികൾ, വില്ലേജ് ഓഫീസറിനെ പർവത്തിക്കാർ എന്നും ധനമന്ത്രിമാരെ മുളക് മടിശീലക്കാർ എന്നുമാണ് മാർത്താണ്ഡവർമ്മ ഭരണപരിഷ്കാരങ്ങളിലൂടെ വിളിച്ചിരുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ദിവാൻമാരെ നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ പ്രധാനപ്പെട്ട ദിവാൻമാരാണ് അറുമുഖൻ പിള്ള, താണുപിള്ള, രാമയ്യൻ ദളവ. അറുമുഖൻ പിള്ളയുടെ കാലം 1729 മുതൽ 1736. താണുപിള്ള 1736 മുതൽ 37 വരെ. രാമയ്യൻ ദളവ 1737 മുതൽ 1756 വരെയാണ് അദ്ദേഹത്തിന്റെ കാലം. എട്ടര യോഗത്തെക്കുറിച്ച് ഒന്നും കൂടെ നോക്കാം. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഭരണനിർവഹണ സമിതിയായിരുന്നു എട്ടര യോഗം. ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ 8 പോറ്റിമാരും ഓരോ വോട്ട് വീതം മഹാരാജാവിന് അര വോട്ടുമാണ് ഉണ്ടായിരുന്നത്. ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ 8 പോറ്റിമാർക്ക് ഓരോ വോട്ടുമുണ്ട്. മഹാരാജാവിന് അര വോട്ടാണ് ഉണ്ടായിരുന്നത്. എട്ടര യോഗം കൂടുമ്പോൾ അധ്യക്ഷപദം അലങ്കരിച്ചിരുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാറാണ്. എട്ടര യോഗം കൂടുമ്പോൾ അധ്യക്ഷപദം ആരാണ്? അധ്യക്ഷപദം പുഷ്പാഞ്ജലി സ്വാമിയാർ ആണ് നോക്കിയിരുന്നത്. അടുത്തതായിട്ട് മാർത്താണ്ഡവർമ്മയും പത്മനാഭ സ്വാമി ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം നോക്കാം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മ. നമ്മളിപ്പോൾ പഠിച്ചാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് ആരാണ്? മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഒറ്റയ്ക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. ഒറ്റയ്ക്കൽ മണ്ഡപം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലുള്ളതാണ്. അത് പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മ. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ. രാജ്യത്തിന്റെ ഐക്യത്തിനായിട്ട് ഐശ്വര്യത്തിനുമായിട്ടും 6 വർഷത്തിൽ ഒരിക്കൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഉത്സവമാണ് മുറജപം. ഇതിന്റെ ഒരു ചെറു ചടങ്ങായിരുന്നു ഭദ്രദീപം. വർഷത്തിൽ
2 തവണ വീതം ഭദ്രദീപം നടത്തപ്പെടുന്നു. മുറജപം ആദ്യമായി ആഘോഷിച്ചത് 1750 മുറജപം ആദ്യമായിട്ട് ആഘോഷിച്ചത് 1750. മുറജപം നമ്മൾ ആഘോഷിക്കുന്നത് 6 വർഷത്തിലൊരിക്കൽ രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായിട്ടാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഈ ഒരു ഉത്സവം നടക്കുന്നത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒറ്റയ്ക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒറ്റയ്ക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 1000 കൽമണ്ഡപം, അതായത് സപ്തസ്വരണ മണ്ഡപം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെയാണ് 1000 കൽമണ്ഡപം, അതായത് സപ്തസ്വര മണ്ഡപം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചത്. ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. അടുത്തതായിട്ട് കാർത്തിക തിരുനാൾ രാമവർമ്മയെ കുറിച്ച് നോക്കാം. ഭരണം 1758 മുതൽ 1798 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായിട്ടുള്ള തിരുവിതാംകൂർ രാജാവാണ് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിലും അറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. വർഷം 1790 തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ് കൂടിയാണ് ഇദ്ദേഹം. മൈസൂർ പടയുടെ ആക്രമണം തടയുന്നതിനായിട്ട് മധ്യ കേരളത്തിൽ, അതായത് തൃശ്ശൂരിൽ നെടുങ്കോട്ട പണികഴിപ്പിച്ചതും ഇദ്ദേഹമാണ്. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവും രാജസൂയം ആട്ടകഥ രചിച്ച തിരുവിതാംകൂർ രാജാവും ഇദ്ദേഹമാണ്. ആട്ടക്കഥ രചിച്ച ആരാണ്? അതേപോലെ മൈസൂർ പടയുടെ ആക്രമണം തടയാനായിട്ട് മധ്യ കേരളത്തിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ചതും ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ് എന്നെല്ലാം ചോദിച്ചാലും 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് എല്ലാം കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കൊച്ചിയും തിരുവിതാംകൂറുമായിട്ട് നടന്ന ശുചീന്ദ്രം ഉടമ്പടി സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. 1762 ശുചീന്ദ്രം ഉടമ്പടി നടന്നത്. ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും മലബാർ ആക്രമണ സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. ഉത്തര കേരളത്തിൽ രാജാക്കന്മാർക്ക് തിരുവിതാംകൂറിൽ അഭയം നൽകിയ രാജാവ് ഇദ്ദേഹമാണ്. ഉത്തര കേരളത്തിലെ രാജാക്കന്മാർക്ക് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ അഭയം നൽകിയത് ആരാണ്? ഇദ്ദേഹം തന്നെയാണ്. ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങിയ തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മ. അത് വർഷം 1789 ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങിയത് 1789. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ ആധാരമാക്കിക്കൊണ്ട് ബാലരാമഭാരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ബാലരാമഭാരതം രചിച്ചതാരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇതര മതാനുസായികൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിന്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവും ഇദ്ദേഹമാണ്. ധർമ്മരാജയുടെ പ്രശസ്തരായിട്ടുള്ള മന്ത്രിമാരാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, രാജാ കേശവദാസ്. ധർമ്മരാജയുടെ സമകാലീനൻ ആയിരുന്ന പ്രശസ്ത കവിയാണ് ഉണ്ണായി വാര്യർ. ധർമ്മരാജയുടെ സമകാലീനൻ ആയിട്ടുള്ള പ്രശസ്ത കവി ഉണ്ണായി വാര്യർ. MC റോഡിന്റെ പണി ആരംഭിച്ചത് രാജാ കേശവദാസ്. MC റോഡിന്റെ പണി ആരംഭിച്ചത് രാജാ കേശവദാസ്. ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ച വർഷം 1789. ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ചത് 1789.
കിഴക്കേക്കോട്ടയും പടിഞ്ഞാറേക്കോട്ടയും പണി പൂർത്തിയാക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട എന്നിവ പണി പൂർത്തിയാക്കുമ്പോൾ തിരുവിതാംകൂറിന്റെ രാജാവാണ് ധർമ്മരാജ. ധർമ്മരാജയുമായിട്ട് സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് കേരളവർമ്മയാണ്. ധർമ്മരാജയുമായിട്ട് സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് കേരളവർമ്മ. ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരിയാണ് ധർമ്മരാജ. ആലങ്കാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തത് ധർമ്മരാജ. കർണാടക സംഗീതത്തിൽ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽപ്പതൂണുകളോട് കൂടിയിട്ടുള്ള കുലശേഖരം മണ്ഡപം, അതായത് 1000 കൽ മണ്ഡപത്തോളം ഉള്ള കുലശേഖരം മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോട് കൂടിയിട്ടുള്ള കുലശേഖരം മണ്ഡപം 1000 കൽമണ്ഡപമുള്ള ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അടുത്തതായിട്ട് രാജാ കേശവദാസ്. ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിട്ടുള്ള ആദ്യത്തെ തിരുവിതാംകൂർ ദളവയാണ് രാജാ കേശവദാസ്. ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യത്തെ തിരുവിതാംകൂർ ദളവ രാജാ കേശവദാസ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കേശവ പിള്ള എന്നാണ്. രാജാ കേശവദാസിന്റെ യഥാർത്ഥ പേര് കേശവ പിള്ള. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാനും ഇദ്ദേഹമാണ്. വലിയ ദിവാൻ ജി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ രാജാ കേശവദാസ്. ചാല കമ്പോളത്തിന്റെയും ആലപ്പുഴ നഗരത്തിന്റെയും ശില്പി ഇദ്ദേഹമാണ്. ചാല കമ്പോളത്തിന്റെയും ആലപ്പുഴ നഗരത്തിന്റെയും ശില്പി ആരാണ്? രാജാ കേശവദാസ്. തൃശൂരിൽ നെടുങ്കോട്ട പണിത ദിവാൻ കൂടിയാണ് രാജാ കേശവദാസ്. കേശവദാസിന് രാജ എന്ന പദവി നൽകിയതാരാണ്? മോർമിംഗ്ടൺ പ്രഭു. രാജാ കേശവദാസിന് രാജ എന്ന പദവി രാജ എന്ന പദവി നൽകിയത് മോർമിംഗ്ടൺ പ്രഭുവാണ്. അടുത്തതായിട്ട് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെ കുറിച്ച് നോക്കാം. അദ്ദേഹം ജനിച്ചത് 1798, മരണമടഞ്ഞത് 1810 അവിട്ടം തിരുനാൾ ബാലരാമയെ കുറിച്ച് നോക്കുമ്പോൾ ഏറ്റവും ദുർബലനായിട്ടുള്ള രാജാവ് എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ്. ഏറ്റവും ദുർബലനായിട്ടുള്ള രാജാവാണ് ഇദ്ദേഹം എന്നറിയപ്പെട്ടിരുന്ന രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആയിട്ടുള്ള സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചത് ഇദ്ദേഹമാണ്. തിരുവിതാംകൂർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്ത് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആയപ്പോൾ കേരളത്തിലെ തിരുവിതാംകൂർ രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. മെക്കാളെ പ്രഭു തിരുവിതാംകൂർ റെസിഡന്റായിട്ട് അധികാരമേറ്റ സമയത്ത് തിരുവിതാംകൂർ രാജാവ് മെക്കാളെ പ്രഭു തിരുവിതാംകൂർ റെസിഡന്റായിട്ട് അധികാരമേറ്റ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ബ്രിട്ടീഷുകാരുമായിട്ട് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. ബ്രിട്ടീഷുകാരുമായിട്ട് ചേർന്ന് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനാണ് വേലുത്തമ്പി ദളവ. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. അവിട്ടം തിരുനാളിന്റെ ദിവാൻ വേലുത്തമ്പി ദളവ. അതെന്നാണ്? 1802 അദ്ദേഹം ദിവാനായിട്ടിരുന്നത്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാൻ വേലുത്തമ്പി ദളവ. തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുള്ള വേലുത്തമ്പി ദളവയുടെ നീക്കത്തിന് എതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള. അതിന്റെ വർഷം 1804. തിരുവിതാംകൂർ പട്ടാള ലഹള നടന്നത് 1804. കാരണം തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിന് എതിരെ നടന്നിട്ടുള്ള ഒരു ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള. അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയെ കുറിച്ച് നോക്കാം. വർക്കല നഗരത്തിന്റെ ശില്പിയാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. ധർമ്മരാജയുടെ ആദ്യത്തെ ദളവ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. തിരുവിതാംകൂറിൽ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലയായിട്ട് തിരിച്ച തിരുവിതാംകൂർ ദളവയാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. തിരുവിതാംകൂറിനെ അദ്ദേഹം തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലയായിട്ട്
തിരുവിതാംകൂറിനെ തിരിച്ചു. അതാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. കൊച്ചിയിലെ ദിവാനായിട്ടുള്ള പാലിയത്ത് കോമി അച്ഛനുമായിട്ട് ചേർന്ന് 1762 ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ദിവാനാണ് ഇദ്ദേഹം. കൊച്ചിയിലെ ദിവാൻ ആരായിരുന്നു? പാലിയത്ത് കോമി അച്ഛനുമായിട്ട് ചേർന്ന് 1762 ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ദിവാൻ ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. അടുത്തതായിട്ട് ഉമ്മിണി തമ്പിയെ കുറിച്ച് നോക്കാം. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ഉമ്മിണി തമ്പിയാണ്. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാൻ ആരായിരുന്നു? ഉമ്മിണി തമ്പി. വിഴിഞ്ഞാൻ തുറമുഖം, ബാലരാമപുരം പട്ടണം എന്നിവ പണി കഴിപ്പിച്ചത് ഉമ്മിണി തമ്പിയാണ്. വിഴിഞ്ഞാൻ തുറമുഖവും ബാലരാമപുരം പട്ടണവും പണി കഴിപ്പിച്ചത് ഉമ്മിണി തമ്പി. തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാനാണ് ഉമ്മിണി തമ്പി. തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചത് ഉമ്മിണി തമ്പി. ഉമ്മിണി തമ്പി നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതിയാണ് ഇൻസുവാഫ് കച്ചേരി. ഇൻസുവാഫ് കച്ചേരി എന്നറിയപ്പെടുന്നത് ഉമ്മിണിത്തമ്പിയുടെ നീതിന്യായ നിർവഹണത്തിന് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച കോടതിയാണ്. അടുത്തത് വേലുത്തമ്പി ദളവയെ കുറിച്ച് നോക്കാം. വേലുത്തമ്പി ദളവ ജനിച്ചത് 1765 കന്യാകുമാരിയിലെ കൽക്കുളത്താണ്. വേലുത്തമ്പി ദളവയുടെ തറവാടിന്റെ പേര് തലക്കുളത്ത് വീട് എന്നാണ്. വേലുത്തമ്പി ദളവയുടെ തറവാട് തലക്കുളത്ത് വീട്. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ്. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന് യഥാർത്ഥ പേരുള്ളത് വേലുത്തമ്പി ദളവയ്ക്കാണ്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവ കൂടിയാണ് വേലുത്തമ്പി ദളവ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവ വേലുത്തമ്പി ദളവ. അത് എന്ന് മുതൽ? 1802 മുതൽ 1809 വരെ. വേലുത്തമ്പി ദളവയുടെ ഭരണ പരിഷ്കാരങ്ങൾ നോക്കാം. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. സഞ്ചരിക്കുന്ന കോടതികൾ. വേമ്പനാട്ട് കായലിലെ പ്രസിദ്ധമായിട്ടുള്ള പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയതും വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവയുടെ ഭരണപരിഷ്കാരങ്ങൾ: കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു, സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു, വേമ്പനാട് കായലിൽ പ്രസിദ്ധമായിട്ടുള്ള പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി മാറ്റിയതും വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവ കുണ്ട്ര വിളംബരം നടത്തിയത് 1809 ജാനുവരി 11. ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. വേലുത്തമ്പി ദളവയുടെ കുണ്ട്ര വിളംബരം നടന്ന വർഷം 1809 ജാനുവരി 11. കുണ്ട്ര വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ട്ര വിളംബരം സാക്ഷ്യം വഹിച്ചത്. പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചും വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്ത വർഷം 1809. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്ത വർഷം 1809 വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കണ്ണമൂലയിൽ പ്രദർശിപ്പിച്ചു. വേലുത്തമ്പിയുടെ മൃതദേഹം ബ്രിട്ടീഷുകാർ പ്രദർശിപ്പിച്ചത് കണ്ണൻമൂല. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവയുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വേലുത്തമ്പി ദളവയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. വേലുത്തമ്പി ദളവയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചപുരത്താണ്. വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള കോളേജ് എവിടാണ്? ധനുവച്ചപുരം. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം. തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിലാണ് വേലുത്തമ്പിയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് റാണി ഗൗരി ലക്ഷ്മി ഭായ്. റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലം 1810 മുതൽ 1815 വരെയാണ് ഭരണകാലം. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരിയാണ് ഇവർ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷം
1812 ഡിസംബർ 5 1812 ഡിസംബർ മാസം 5-നാണ് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ചത്. ഉമ്മിണി തമ്പിയെ നീക്കം ചെയ്ത റെസിഡന്റ് കേണൽ മൺട്രോയെ ദിവാനായിട്ട് നിയമിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഇവരാണ്. ഉമ്മിണി തമ്പിയെ നീക്കം ചെയ്ത് റെസിഡന്റ് കേണൽ മൺട്രോയെ ദിവാനായിട്ട് നിയമിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ഇവരാണ്. ഏറ്റവും കുറച്ചു കാലം മാത്രം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുക്കണമെന്നും സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഇവര്. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുക്കണമെന്ന് സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിൽ വാക്സിനേഷൻ അതേപോലെ അലോപ്പതി ചികിത്സാ രീതി നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിൽ ജില്ലാ കോടതി, അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിൽ ജില്ലാ കോടതി, അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ചത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ഭായ്. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെയാണ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് ആരംഭിച്ച രാജാവ് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് ആരംഭിച്ചത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടത്തിയത് ആയില്യം തിരുനാളാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടത്തിയത് ആയില്യം തിരുനാൾ. സാമൂതിരിയുടെ കിരീടധാരണ ചടങ്ങിനെയാണ് അരിയിട്ട് വാഴ്ച എന്നറിയപ്പെടുന്നത്. സാമൂതിരിയുടെ കിരീടധാരണ ചടങ്ങ് അരിയിട്ട് വാഴ്ച. സാമൂതിരിമാരുടെ അടിയന്തര ചടങ്ങാണ് തിരുവന്തളി. സാമൂതിരിമാരുടെ അടിയന്തര ചടങ്ങിനെ തിരുവന്തളി എന്നറിയപ്പെടുന്നു. തിരുവന്തളി. ഉമ്മിണി തമ്പിക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായതും ഇവരാണ്. റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് പ്രസിഡന്റായിട്ട് നിയമിതനായത് ഇദ്ദേഹമാണ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ ആരാണ്? കേണൽ മൺട്രോ. കേണൽ മൺട്രോ ആണ് ഉത്തരം വരുന്ന ചോദ്യങ്ങളാണ്, പോയിന്റുകളാണ് നമ്മൾ നോക്കുന്നത്. ഉമ്മിണി തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായത് കേണൽ മൺട്രോ. റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് പ്രസിഡന്റായിട്ട് നിയമിതനായത് കേണൽ മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ കേണൽ മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ദിവാൻ കേണൽ മൺട്രോ. ചട്ടവരി യോലകൾ എന്ന പേരിൽ നിയമ സംഹിത തയ്യാറാക്കിയത് ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമ സംഹിത തയ്യാറാക്കിയത് കേണൽ മൺട്രോ. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനാണ് കേണൽ മൺട്രോ. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരൻ കേണൽ മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ അഹിന്ദു ആയിട്ടുള്ള ദിവാൻ കൂടിയാണ് കേണൽ മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ അഹിന്ദു ആയിട്ടുള്ള ദിവാൻ കേണൽ മൺട്രോ. ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ദിവാൻ കാര്യക്കാരൻ എന്ന പദവി തഹസീൽദാർ എന്നാക്കി മാറ്റിയ ദിവാനാണ് കേണൽ മൺട്രോ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ദിവാൻ കേണൽ മൺട്രോ. കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ കൂടിയാണ് കേണൽ മൺട്രോ. കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ദിവാൻ കേണൽ മൺട്രോ ആണ്. കാര്യക്കാരൻ എന്ന പദവി തഹസീൽദാർ എന്നാക്കിയ മാറ്റിയ ദിവാനും കേണൽ മൺട്രോ ആണ്. ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ കൂടിയാണ് കേണൽ മൺട്രോ. അത്യാവശ്യം എല്ലാ പോയിന്റും കേണൽ മൺട്രോയെ കുറിച്ച് നോക്കി. ഉമ്മിണി തമ്പിക്ക് ശേഷമാണ് തിരുവിതാംകൂറിൽ ദിവാനായത്. റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റായിട്ട് നിയമിതനായതും കേണൽ മൺട്രോ ആണ്.
ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏകദേശം 40 വർഷത്തോളമാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ആ സ്ഥാനത്ത് തുടർന്നത്. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ്. 5 വർഷം മാത്രമേ അവർ ഭരിച്ചുള്ളൂ. തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് നടന്നത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടന്നത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. വർഷം 1836. തിരുവിതാംകൂറിലുള്ള ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടന്നത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. അതെന്നാണ്? വർഷം 1875. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിൽ വാക്സിനേഷൻ അലോപ്പതി ചികിത്സാരീതി നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിൽ രോഗപ്രതിരോധത്തിനായിട്ട് സർക്കാർ ജീവനക്കാർക്കും വാക്സിനേഷൻ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൽ രോഗപ്രതിരോധത്തിനായിട്ട് സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ ഭരണാധികാരി ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച സമയത്തെ ദിവാൻ കേണൽ മൺറോ. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച സമയത്തെ ദിവാനായിരുന്നു കേണൽ മൺറോ. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ്. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ്. അടുത്തത് റാണി ഗൗരി പാർവതി ഭായിയെ കുറിച്ച് നോക്കാം. 1815 മുതൽ 1829 വരെയാണ് അവരുടെ ഭരണ കാലഘട്ടം. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ്. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ്. SCRTയിലെ 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1ാമത്തെ പാഠമാണ്. ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതി ഭായ്. 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ്. 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്. തിരുവിതാംകൂറിലെ അന്നത്തെ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ്. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം ആണെന്ന് പ്രഖ്യാപിച്ചത് ഇവരാണ്. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ ഉത്തരവാണെന്ന് പ്രഖ്യാപിച്ചു. തിരുവിതാംകൂറിൽ മരാമത്ത് വകുപ്പ്, അതായത് ഹജൂർ കച്ചേരിയുടെ കീഴിൽ ആരംഭിച്ച വർഷം 1828. അതായത് തിരുവിതാംകൂറിലെ മരാമത്ത് വകുപ്പ് അതിനെ എന്താണ് വിളിക്കുന്നത്? ഹജൂർ കച്ചേരിയുടെ കീഴിൽ ആരംഭിച്ച വർഷം 1823. സർക്കാർ ജോലിയിലും ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരി ഇവരാണ്. ആരാണ്? റാണി ഗൗരി പാർവതി ഭായ്. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്ത് ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായ്. ഇമ്പോർട്ടന്റ് ചോദ്യം. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്ത് ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതി ഭായ്. വേളി മുതൽ കടിഞ്ഞംകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഇതുവർ. വേളി മുതൽ കടിഞ്ഞംകുളം വരെയുള്ള ജലപാതയായിരുന്നു പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായ്. സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നൽകിയ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായ് ആണ്. സ്വർണത്തിലും വെള്ളിയിലും ഉള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണ്ണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് ഇവർ. തിരുവിതാംകൂറിൽ കയറ്റുമതി, ഇറക്കുമതി, ചുങ്കങ്ങൾ എന്നിവ നിർത്തലാക്കിയ ഭരണാധികാരി ഇവരാണ്.
റാണി ഗൗരി പാർവതി ഫായ്. ഒന്നുകൂടെ നോക്കാം. സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം നൽകിയ ഭരണാധികാരി. സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പെണ്ണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി ഇവരാണ്. തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി. ഇമ്പോർട്ടന്റ് ചോദ്യം. തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഫായ്. ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു ഇവര്. ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഫായ്. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഫായ് ആണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി അതായത് LMS നാഗർകോവിലിൽ അച്ചടിശാല സ്ഥാപിച്ച വർഷം 1820. അടുത്തതായിട്ട് നമുക്ക് സ്വാതി തിരുനാളിനെ കുറിച്ച് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവാണ് സ്വാതി തിരുനാൾ. വർഷം 1829 മുതൽ 46 വരെയാണ്. സ്വാതി തിരുനാൾ ജനിച്ചത് 1813. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടത്താണ്. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടമാണ്. ഗർഭ ശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രാമവർമ്മ. സ്വാതി തിരുനാളിന്റെ യഥാർത്ഥ പേര് രാമവർമ്മ. തിരുവനന്തപുരത്ത് രാജാ ഫ്രീ സ്കൂൾ ആരംഭിച്ച രാജാവ് സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് രാജാ ഫ്രീ സ്കൂൾ ആരംഭിച്ചത് ആരാണ്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ പ്രകൃത ശിക്ഷാ സമ്പ്രദായം ആയിരുന്നിട്ടുള്ള ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയിട്ടുള്ള ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ 1834 ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് കൂടിയാണ് സ്വാതി തിരുനാൾ. സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്ന് അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു. തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് 1836 ആരംഭിച്ച രാജാവ് സ്വാതി തിരുനാൾ. 1836 തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് ആരംഭിച്ചത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം 1837 ആരംഭിച്ചതും ഇദ്ദേഹമാണ്. തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം വർഷം 1837. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ്. ഇമ്പോർട്ടന്റ് ചോദ്യം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ച ഭരണാധികാരി. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചതും സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ 1839 പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ 1839 പുറത്തിറക്കിയത് സ്വാതി തിരുനാളാണ്. മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാൾ. മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകി. തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിതമായിട്ടുള്ള വർഷം 1837. തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് എന്നാണ് വന്നത് 1837. സ്വാതി തിരുനാളിന്റെ സമയത്തെ ബ്രിട്ടീഷ് റെസിഡന്റാണ് കല്ലൻ സാഹിബ്. സ്വാതി തിരുനാളിന്റെ സമയത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആരാണ്? കല്ലൻ സാഹിബ്. നിയമകാര്യങ്ങളിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തിയാണ് കല്ലൻ സാഹിബ്. സ്വാതി തിരുനാളിന്റെ കാലത്ത് സുബ്ബാനന്ദ ദിവാനും കണ്ടൻ മേനോൻ ദിവാൻ പെഷ്കാറും ആയിരുന്നു. സ്വാതി തിരുനാളിന്റെ കാലത്ത്
സുബ്ബാനന്ദ ദിവാനും കണ്ടൻ മേനോൻ ദിവാൻ പെഷ്കാറുമായിരുന്നു. സ്വാതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരാണ് തഞ്ചാവൂർ നാൽവർ. സ്വാതി തിരുനാളിന്റെ സദസ്സിലുള്ള പ്രധാനപ്പെട്ട ആസ്ഥാന വിദ്വാൻമാരാണ് തഞ്ചാവൂർ നാൽവർ. സ്വാതി തിരുനാളിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. സ്വാതി തിരുനാളിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഭക്തമഞ്ജരി, ഉത്സവ പ്രബന്ധം, പത്മനാഭ ശതകം, സ്യാനന്ദപുര വർണ്ണപ്രബന്ധം. ഭക്തമഞ്ജരി, ഉത്സവ പ്രബന്ധം, പത്മനാഭ ശതകം, സ്യാനന്ദപുര വർണ്ണപ്രബന്ധം എന്നിവയെല്ലാം സ്വാതി തിരുനാളിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായിരുന്നിട്ടുള്ള തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. കർണാടക സംഗീതത്തിലും വീണ വായന എന്നിവ തൽപരനായിരുന്നിട്ടുള്ള തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. 18ൽ അധികം ഭാഷകൾ അനായാസേനെ കൈകാര്യം ചെയ്ത ഭരണാധികാരിയാണ് ഇദ്ദേഹം. 18ൽ അധികം ഭാഷകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. സദസ്സിലെ പ്രധാനപ്പെട്ട സംഗീതജ്ഞർ. സ്വാതി തിരുനാളിന്റെ സദസ്സിലെ പ്രധാനപ്പെട്ട സംഗീതജ്ഞർ ആണ് ഷഡ്കാല ഗോവിന്ദ മാരാർ, മേരുസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യനായിട്ടുള്ള വടിവേലു, ശിവാനന്ദൻ, പൊന്നയ്യ, ചിന്നയ്യ. എല്ലാവരെയും ഒന്നുകൂടെ നോക്കാം. അദ്ദേഹത്തിന്റെ സദസ്സിലെ പ്രശസ്തമായിട്ടുള്ള സംഗീതജ്ഞരാണ് ഷഡ്കാല ഗോവിന്ദ മാരാർ, മേരുസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യരായിട്ടുള്ള വടിവേലു, ശിവാനന്ദൻ, പൊന്നയ്യ, ചിന്നയ്യ. 1846 ഡിസംബർ മാസത്തിൽ സ്വാതി തിരുനാൾ നാടുനീങ്ങി. അദ്ദേഹത്തിന്റെ 33-ാം വയസ്സിൽ തന്നെ മരണമടഞ്ഞു. തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമസംഹിത പ്രസിദ്ധീകരിച്ചതും സ്വാതി തിരുനാളാണ്. ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് 1837. ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് സ്വാതി തിരുനാൾ, വർഷം 1837. നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച രാജാവും സ്വാതി തിരുനാളാണ്. നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച രാജാവ് ഇദ്ദേഹമാണ്. സ്വാതി തിരുനാൾ സ്ഥാപിച്ച കാര്യങ്ങൾ നോക്കാം. കുതിരമാളിക, സിൽവർ ഹോസ്പിറ്റൽ, പബ്ലിക് ലൈബ്രറി, എഞ്ചിനീയറിംഗ് വകുപ്പ്, ഗവൺമെൻറ് പ്രസ്, തിരുവനന്തപുരത്തെ മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ്, മുൻസിഫ് കോടതി, ജലസേചന വകുപ്പ്. തിരുവനന്തപുരത്ത് ഇത്രയും കാര്യങ്ങൾ: കുതിരമാളിക, സിൽവർ ഹോസ്പിറ്റൽ, പബ്ലിക് ലൈബ്രറി, എഞ്ചിനീയറിംഗ് വകുപ്പ്, ഗവൺമെന്റ് പ്രസ്, തിരുവനന്തപുരത്തെ മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ്, മുൻസിഫ് കോടതി, ജലസേചന വകുപ്പ് എന്നിവയെല്ലാം ആരംഭിച്ചത് സ്വാതി തിരുനാളാണ്. കൺഫ്യൂസിംഗ് ഫാക്ട്: ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. നമ്മളിപ്പോൾ അങ്ങോട്ട് പഠിച്ചോളൂ. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? നമ്മൾ ആദ്യം പഠിച്ച അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ. ശുചീന്ദ്രൻ ഉടമ്പടി ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ശുചീന്ദ്രൻ ഉടമ്പടി ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. 3 പേരെ ഇപ്പം നോക്കിയിട്ടുണ്ട്. ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശുചീന്ദ്രൻ ഉടമ്പടി ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളുമാണ്. അടുത്തതായിട്ട് ഇരയിമ്മൻ തമ്പിയെ കുറിച്ച് നോക്കാം. സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവിയാണ് ഇരയിമ്മൻ തമ്പി. സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവി ഇരയിമ്മൻ തമ്പി. ഓമനത്തിങ്കൾ കിടാവോ എന്ന ഗാനം രചിച്ചത് ഇരയിമ്മൻ തമ്പി. ഓമനത്തിങ്കൾ കിടാവോ, ആ ഗാനം രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. ഉത്തര സ്വയംവരം ആട്ടക്കഥ രചിച്ചതും ഇരയിമ്മൻ തമ്പി. ഉത്തര സ്വയംവരം ആട്ടക്കഥ രചിച്ചതാരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. അടുത്തതായിട്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് നോക്കാം. ഭരണകാലഘട്ടം 1846 മുതൽ 1860 വരെയാണ്.
കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ ഭരണ കാലഘട്ടമാണ്. കഥകളിയുടെ സുവർണ കാലഘട്ടമാണ് ഉത്രം തിരുനാളിന്റെ. നമ്മൾ മോഹിനിയാട്ടത്തെ കുറിച്ച് പഠിച്ചത്, മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയതാരാണ്? സ്വാതി തിരുനാളുമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത്, അതായത് 1857 തിരുവിതാംകൂർ രാജാവായിട്ടിരുന്നത് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 നടന്നപ്പോൾ തിരുവിതാംകൂറിലെ രാജാവായിട്ടിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം 1859 ജൂലൈ 26. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം 1859 ജൂലൈ മാസം 26. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആലപ്പുഴയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വർഷം 1857. ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വന്നത്. അത് സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1859 അയർലൻഡുകാരനായിട്ടുള്ള ജെയിംസ് ഡാറാസ് മെയിൽ കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയും ഇദ്ദേഹം തന്നെയാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഡാറാസ് മെയിൽ, ജെയിംസ് ഡാറ 1859 അങ്ങനെ ഒരു ഫാക്ടറി, എന്തിനാ? കയർ ഫാക്ടറി സ്ഥാപിച്ചത് ഡാറാസ് മെയിൽ എന്ന ഫാക്ടറിയാണ്. ആരാണ്? ജെയിംസ് ഡാറ. അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇമ്പോർട്ടന്റ് ചോദ്യം. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. വൈദ്യശാസ്ത്രത്തിൽ തൽപരനായിരുന്നിട്ടുള്ള തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. വൈദ്യശാസ്ത്രത്തിലായിരുന്നു ഇങ്ങനെ പ്രാഗൽഭ്യവും അതിനോട് കൂടുതൽ താല്പര്യവും. നേപ്പിയർ മ്യൂസിയത്തെ കുറിച്ച് നോക്കാം. ഉത്രം തിരുനാളിന്റെ നിർദ്ദേശം അനുസരിച്ച് തിരുവനന്തപുരത്ത് മ്യൂസിയം സ്ഥാപിക്കാനായിട്ട് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ച വർഷം 1855. തിരുവനന്തപുരത്ത് മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ള വർഷം 1857. ഒരു പുതിയ മന്ദിരം നിർമ്മിക്കുകയും മ്യൂസിയം അതിലേക്ക് മാറ്റുകയും ചെയ്ത വർഷം 1880. 1880 ആരംഭിച്ച ഈ മ്യൂസിയത്തിന് നൽകിയ പേര് നേപ്പിയർ മ്യൂസിയം. 1880 ആരംഭിച്ച ഈ മ്യൂസിയത്തിനാണ് നേപ്പിയർ മ്യൂസിയം എന്ന പേര് നൽകിയത്. നേപ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ്. നേപ്പിയർ മ്യൂസിയത്തെ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് ആയില്യം തിരുനാളാണ്. നേപ്പിയർ മ്യൂസിയത്തിന്റെ ഡിസൈനർ ആരാണ്? റോബർട്ട് ചിഷോം ആണ് നേപ്പിയർ മ്യൂസിയത്തിന്റെ ഡിസൈനർ ആയിട്ടുള്ളത്. തിരുവനന്തപുരം മൃഗശാലയും ഉദ്യാനവും സ്ഥാപിച്ച വർഷവും 1859. തിരുവനന്തപുരത്ത് മൃഗശാല, ഉദ്യാനം എന്നിവ സ്ഥാപിതമായിട്ടുള്ള വർഷം 1859. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാൾ. അഭിനവ ഭോജൻ എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായർ. ആന്ധ്രാ ഭോജൻ എന്നറിയപ്പെട്ടിരുന്നത് കൃഷ്ണദേവരായറാണ്. ഭക്ഷണ ഭോജൻ രവിവർമ്മ കുലശേഖരനാണ്. ഒന്നും കൂടെ നോക്കാം. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാൾ. അഭിനവ ഭോജൻ എന്നും ആന്ധ്രാ ഭോജൻ എന്നും അറിയപ്പെട്ടിരുന്നത് കൃഷ്ണദേവരായർ. ഭക്ഷണ ഭോജൻ രവിവർമ്മ കുലശേഖരൻ. ദക്ഷിണ ഭോജൻ സ്വാതി തിരുനാൾ, അഭിനവ ഭോജൻ ആന്ധ്രാ ഭോജൻ കൃഷ്ണദേവരായർ, ഭക്ഷണ ഭോജൻ രവിവർമ്മ കുലശേഖരനാണ്. തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്നത് 1887. തിരുവിതാംകൂറിൽ ഹൈക്കോടതി നിലവിൽ വന്നത് എന്നാണ്? 1887. തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം 5 ആണ്. തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്നപ്പോഴുള്ള ജഡ്ജിമാരുടെ എണ്ണം 5. തിരുവിതാംകൂർ ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ ആണ്. തിരുവിതാംകൂർ ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്
രാമചന്ദ്ര അയ്യർ. അടുത്തതായിട്ട് നമുക്ക് ആയില്യം തിരുനാൾ രാമവർമ്മയെ കുറിച്ച് നോക്കാം. 1860 മുതൽ 1880 വരെയാണ് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലഘട്ടം. രോഗപ്രതിരോധത്തിനായിട്ട് സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. ആയില്യം തിരുനാൾ രാമവർമ്മ രോഗപ്രതിരോധത്തിനായിട്ട് സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തി. ഹജൂർ കച്ചേരിയിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പ് സ്വതന്ത്രമായിട്ട് പ്രവർത്തനം ആരംഭിച്ച വർഷം 1860 മുതലാണ്. 1860 ഹജൂർ കച്ചേരിയിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പ് സ്വതന്ത്രമായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. സർക്കാർ തപാൽ വകുപ്പ് അഞ്ചൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത വർഷം 1861. സർക്കാരിൽ തപാൽ വകുപ്പ് അഞ്ചലിലാണ് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്ത വർഷം 1861. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാർക്കാട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം 1865 പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാർക്കാട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം വർഷം 1865 പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. 1865 പണ്ടാരപ്പാട്ട വിളംബരം വഴി കുടിയോഞ്ഞ് സർക്കാർ വക പാട്ട വസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു. 1865 പണ്ടാരപ്പാട്ട വിളംബരം വഴി സർക്കാർ വക പാട്ട വസ്തുക്കളുടെ മേൽ കുടിയാന് അവകാശം സ്ഥിരമാക്കി കൊടുത്തു. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി 1866 നേടിയ തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. ജന്മി കുടിയാൻ വിളംബരം വർഷം 1867 നടത്തിയ രാജാവ് കൂടിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച വർഷം 1869. അത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ്? ടി മാധവറാവു. സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആരാണ്? ടി മാധവറാവു ആണ്. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി റോബർട്ട് ബാർട്ടൺ. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി ആരാണ്? വില്യം ബാർട്ടൺ. സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ്? ടി മാധവറാവു. തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് 1875 നടത്തിയത് ആ സമയത്തെ രാജാവായിട്ടിരുന്നതും ഇദ്ദേഹമാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് 1875 നടത്തിയ സമയത്തെ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രം സന്ദിഷ്ടവാദിയാണ്. തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രം സന്ദിഷ്ടവാദി. പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ലോ കോളേജ് വർഷം 1875, ഗവൺമെന്റ് ആർട്സ് കോളേജ്, സയൻസ് കോളേജ്, ആലപ്പുഴ വിളക്കുമാടം എന്നിവ നിർമ്മിക്കപ്പെട്ടത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ആയില്യം തിരുനാളിന്റെ കാലത്ത് പ്രധാനമായിട്ട് നടന്നത് പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചു, വർക്കല തുരങ്കം, ലോ കോളേജ് വന്നു 1875, ഗവൺമെന്റ് ആർട്സ് കോളേജ്, സയൻസ് കോളേജ് വന്നു, ആലപ്പുഴ വിളക്കുമാടം എന്നിവ നിർമ്മിക്കപ്പെട്ടത് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. തിരുവനന്തപുരത്തെ മാനസിക ആരോഗ്യ ആശുപത്രി, ജനറൽ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവും ഇദ്ദേഹമാണ്. തിരുവനന്തപുരത്തുള്ള മാനസിക ആരോഗ്യ ആശുപത്രിയും ജനറൽ ആശുപത്രിയും പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മ. 1874 നിയമവിദ്യാഭ്യാസം ആരംഭിച്ച രാജാവും ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. 1874 നിയമവിദ്യാഭ്യാസം ആരംഭിച്ച രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മ. മലയാളം നാടകത്തിന് തുടക്കം കുറിച്ച് ആയില്യം തിരുനാളിന്റെ ശാകുന്തളം പരിഭാഷയോടുകൂടിയാണ്. മലയാളം നാടകത്തിന് തന്നെ തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിന്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയിട്ടാണ്. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ച സമയത്തെ രാജാവ്. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ച സമയത്തെ രാജാവ് ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. ജന്മിക്കുടിയാൻ വിളംബരം അറിയപ്പെടുന്ന മറ്റൊരു പേര് കാണപ്പാട്ട വിളംബരം എന്നാണ്.
ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ജന്മിക്കുടിയാൻ വിളംബരത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര് കാണപ്പാട്ട വിളംബരം. 1866 ബ്രിട്ടീഷ് രാജ്ഞി ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നൽകിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളിനാണ്. ആയില്യം തിരുനാളിന് 1866 ബ്രിട്ടീഷ് രാജ്ഞി ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നൽകി. AR രാജരാജവർമ്മ, രാജാ രവിവർമ്മ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്നിവർ ആയില്യം തിരുനാളിന്റെ സദസ്സിലെ പ്രമുഖന്മാരായിരുന്നു. AR രാജരാജവർമ്മ, രാജാ രവിവർമ്മ, കേരളവർമ്മ വലിയ കോയി തമ്പുരാനൊക്കെ ആയില്യം തിരുനാളിന്റെ സദസ്സിലെ പ്രമുഖന്മാരായിരുന്നു. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ചത് ആയില്യം തിരുനാളാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരിയും ആയില്യം തിരുനാളാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയത് ആരാണ്? ആയില്യം തിരുനാൾ. അടുത്തതായിട്ട് ശ്രീ വിശാഖം തിരുനാളിനെ കുറിച്ച് നോക്കാം. ശ്രീ വിശാഖം തിരുനാളിന്റെ കാലഘട്ടം 1880 മുതൽ 1885 വരെയാണ്. മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസ്ഥാപിച്ച രാജാവ് ആരാണ്? ശ്രീ വിശാഖം തിരുനാളാണ്. നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ച് തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ചത് ശ്രീ വിശാഖം തിരുനാളാണ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീ വിശാഖം തിരുനാൾ. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. ശ്രീ വിശാഖം തിരുനാളിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട മരച്ചീനി ഇനമാണ് ശ്രീ വിശാഖ്. ശ്രീ വിശാഖ് എന്നറിയപ്പെടുന്ന മരച്ചീനി ഇനം ശ്രീ വിശാഖം തിരുനാളിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ഇനമാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില്ല് കൊല്ലത്ത് ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീ വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില്ല് കൊല്ലത്ത് ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാജാവ് കൂടിയാണ് ശ്രീ വിശാഖം തിരുനാൾ. അടുത്ത ആള് ശ്രീമൂലം തിരുനാൾ. ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു രാജാവാണ് ശ്രീമൂലം തിരുനാൾ. വർഷം 1885 മുതൽ 1924 വരെയാണ് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലഘട്ടം. മലയാളി മെമ്മോറിയൽ 1891, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ 1896 ഇവ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാൾ. ഏതൊക്കെയാണ്? മലയാളി മെമ്മോറിയൽ വർഷം 1891, എതിർ മെമ്മോറിയൽ, അതേപോലെ ഈഴവ മെമ്മോറിയൽ 1896 ഇവ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വത്തെ വേർപെടുത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വകുപ്പിനെ വേർപെടുത്തി. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. 1886. 1886 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത്. 1896 തിരുവിതാംകൂർ ജന്മിക്കുടിയാൻ റെഗുലേഷൻ പാസാക്കിയ രാജാവും ശ്രീമൂലം തിരുനാളാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888 മാർച്ച് 30 ആരംഭിച്ച രാജാവ് ശ്രീമൂലം തിരുനാളാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വർഷം 1888 മാർച്ച് 30 അത് ആരംഭിച്ച രാജാവ് ശ്രീമൂലം തിരുനാൾ. 1888 തിരുവിതാംകൂറിൽ രൂപീകൃതമായിട്ടുള്ള ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആകെ അംഗങ്ങൾ എത്രയാണ്? 8 പേരാണുള്ളത്. 1888 തിരുവിതാംകൂറിൽ രൂപീകൃതമായിട്ടുള്ള ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. അതിൽ എത്ര അംഗമുണ്ടായിരുന്നു? 8 പേര്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക്
നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതയാരാണ്? മേരി പുഞ്ഞൻ ലൂക്കോസ്. വർഷം 1922. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതയാണ് മേരി പുഞ്ഞൻ ലൂക്കോസ്. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം 1904. ശ്രീമൂലം പ്രജാസഭ 1904. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയിട്ട് മാറിയത് 1904. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയത് 1904. പൗര സമത്വവാദ പ്രക്ഷോഭം 1919 നടക്കുമ്പോഴുള്ള തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. പൗരസമത്വവാദ പ്രക്ഷോഭം 1919 നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പ് നിയമങ്ങൾ നിഷേധിച്ചതിന് എതിരെ എല്ലാവരും തുല്യ അവകാശങ്ങൾക്കായിട്ട് നടത്തിയ ഒരു പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. വർഷം 1919 മുതൽ 1922 വരെയാണ്. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാൾ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ശ്രീമൂലം തിരുനാളിനെ പറ്റി 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോഴുള്ള തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേകമായിട്ടൊരു വകുപ്പ് 1908 മെയ് 27 ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല, തിരുവനന്തപുരം വനിതാ കോളേജ്, ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്, ഫിംഗർ പ്രിന്റ് ബ്യൂറോ, ഹസ്തലിഖിത ലൈബ്രറി, VJT ഹാൾ നിർമ്മാണം എന്നിവ ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ആരംഭിച്ചത്. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചതും ശ്രീമൂലം തിരുനാളാണ്. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയപ്പോൾ തിരുവിതാംകൂറിലെ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയാണ് കഴ്സൺ പ്രഭു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയ് കഴ്സൺ പ്രഭു. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാനാണ് T. രാമറാവു. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാൻ T. മാധവറാവു. തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണികഴിപ്പിച്ചതും ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണികഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. 1904 തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ, അതായത് കൊല്ലം ചെങ്കോട്ട ലൈൻ സ്ഥാപിക്കപ്പെട്ട സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. 1904 തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈനായിട്ടുള്ള കൊല്ലം ചെങ്കോട്ട ലൈൻ സ്ഥാപിക്കപ്പെട്ട സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന വർഷം 1925. 1923 നിയമപ്രകാരമാണ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത്. അടുത്തതായിട്ട് ശ്രീമൂലം പ്രജാസഭയെക്കുറിച്ച് നോക്കാം. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം 1904 ഒക്ടോബർ 1. 1904 ഒക്ടോബർ 1 ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചത്. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1904 ഒക്ടോബർ 22. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ 88. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യത്തെ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ അല്ലെങ്കിൽ VJT ഹാളിലാണ്. 2019 VJT ഹാളിനെ അയ്യങ്കാളി ഹാൾ എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ 2019 മുതൽ VJT ഹാളിനെ വിളിക്കുന്നത് അയ്യങ്കാളി ഹാൾ എന്നാണ്. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നതും ഈ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിലായിട്ടുള്ള VJT ഹാളിലാണ്.
ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ ഹരിജൻ അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ ഹരിജനാണ് അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകാനുള്ള യോഗ്യത എന്തായിരുന്നു? 100 രൂപയിൽ കൂടുതൽ ഭൂനികുതി അടയ്ക്കുന്നവർ അല്ലെങ്കിൽ വാർഷിക വരുമാനം 6000 രൂപയ്ക്ക് മുകളിൽ ഉള്ളവരാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നതിനുള്ള യോഗ്യതയിൽ പറയുന്നത്. 100 രൂപയിൽ കൂടുതൽ ഭൂനികുതി അടയ്ക്കുന്നവർ അല്ലെങ്കിൽ വാർഷിക വരുമാനം 6000 രൂപയ്ക്ക് മുകളിൽ ഉള്ളവരാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകാൻ യോഗ്യത നേടിയവർ. ശ്രീമൂലം പ്രജാസഭയ്ക്കുള്ള തെരഞ്ഞെടുപ്പിൽ മാറ്റം കൊണ്ടുവരുന്ന നിയമം നിലവിൽ വന്നത് 1905 മെയ് 1-നാണ്. ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മാറ്റം കൊണ്ടുവന്ന നിയമം നിലവിൽ വന്നത് 1905 മെയ് 1. 1905 റെഗുലേഷൻ പ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്താണ്? ആകെ അംഗസംഖ്യയായിട്ടുള്ള 100-ൽ 77 പേരെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുകയും 23 പേർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരും ചെയ്യും എന്നുള്ളതാണ്. ആകെ അംഗസംഖ്യയിൽ 100-ൽ 77 പേരെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുകയും 23 പേർ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്യും എന്നതാണ് 1905 റെഗുലേഷന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. 1905 റെഗുലേഷൻ പ്രകാരം സഭയിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ട യോഗ്യത എന്താണ്? 1905 റെഗുലേഷൻ പ്രകാരം സഭയിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ട യോഗ്യതയാണ് 50 രൂപയ്ക്ക് മുകളിൽ ഭൂനികുതി അടയ്ക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ 2000 രൂപയിൽ കുറയാത്ത വാർഷിക വരുമാനം ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ സർവകലാശാല ബിരുദം നേടിയവരായിരിക്കണം എന്നുള്ളതാണ്. അടുത്തത് റാണി സേതു ലക്ഷ്മിഭായ് ഭരണകാലഘട്ടം 1924 മുതൽ 1931 വരെയാണ്. ശ്രീ ചിത്തിര തിരുനാളിന് പ്രായം തികയാത്തതിനാൽ റീജന്റായി ഭരണം നടത്തി. ശ്രീ ചിത്തിര തിരുനാളിന് പ്രായം തികയാത്തതിനാൽ റീജന്റായിട്ട് ഭരണം നടത്തിയത് റാണി സേതു ലക്ഷ്മിഭായ് ആണ്. തിരുവിതാംകൂറിൽ ദേവദാസി അല്ലെങ്കിൽ കുടിക്കാരി സമ്പ്രദായം 1925 നിർത്തലാക്കി ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിഭായ്. തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപവത്കരിച്ച ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായ്. വർഷം 1925. വൈക്കം സത്യാഗ്രഹം നിവേദനം സമർപ്പിച്ചത് റാണി സേതു ലക്ഷ്മിഭായ്ക്കാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നിവേദനം സമർപ്പിച്ചത് റാണി സേതു ലക്ഷ്മിഭായ്ക്കാണ്. തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം വർഷം 1926 തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായ്. മരുമക്കത്തായം മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിഭായ്. ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിഭായ്. ശുചീന്ദ്രം സത്യാഗ്രഹം, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായ്. 1929 തിരുവനന്തപുരം വൈദ്യുതീകരിച്ച സമയത്തെ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിഭായ്. റാണി സേതു ലക്ഷ്മിഭായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാനായിട്ട് നിയമിതനായിട്ടുള്ള ബ്രിട്ടീഷുകാരൻ ആരാണ്? M.E. വാട്ട്സ്. റാണി സേതു ലക്ഷ്മിഭായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാനായിട്ട് നിയമിതനായിട്ടുള്ള ബ്രിട്ടീഷുകാരനാണ് M.E. വാട്ട്സ്. റാണി സേതു ലക്ഷ്മിഭായിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം 1925. റാണി സേതു ലക്ഷ്മിഭായിയെ ഗാന്ധിജി സന്ദർശിച്ചു വർഷം 1925. മുല്ലപ്പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത് രാമയ്യങ്കാർ ആണ്. മുല്ലപ്പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത് രാമയ്യങ്കാർ. മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമ അനുമതി നൽകിയ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമ അനുമതി നൽകിയ തിരുവിതാംകൂർ രാജാവ് വിശാഖം തിരുനാൾ. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ശ്രീമൂലം തിരുനാളാണ്. വർഷം 1895. മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമ അനുമതി നൽകിയത് വിശാഖം തിരുനാൾ. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ശ്രീമൂലം തിരുനാൾ. മുല്ലപ്പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത് രാമയ്യങ്കാറുമാണ്.
നായർ റെഗുലേഷനെ കുറിച്ച് നോക്കാം. തിരുവിതാംകൂർ നായർ ആക്ട് പാസാക്കിയ വർഷം 1912 തിരുവിതാംകൂർ നായർ ആക്ട് പാസാക്കിയ വർഷം 1912. രണ്ടാം നായർ ആക്ട് പാസാക്കിയ വർഷം എന്നാണ്? 1925. രണ്ടാം നായർ ആക്ട് പാസാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഫായി ആണ്. രണ്ടാം നായർ ആക്ട് പാസാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഫായി. തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിപ്പിച്ചത് റാണി സേതു ലക്ഷ്മി ഫായി ആണ്. വർഷം 1925 നായർ ആക്ട് പ്രകാരമാണ് തിരുവിതാംകൂറിൽ മരുമക്കത്തായം സമ്പ്രദായം അവസാനിപ്പിച്ചത്. ആരാണ്? റാണി സേതു ലക്ഷ്മി ഫായി. മലബാറിലെ നമ്പൂതിരിമാരുടെയും മാപ്പിളമാരുടെയും ദായക്രമത്തിൽ മാറ്റം വരുത്തിയ നിയമമാണ് 1933 മദിരാശി നമ്പൂതിരി ആക്ട്. മലബാറിലെ നമ്പൂതിരിമാരുടെയും മാപ്പിളമാരുടെയും ദായക്രമത്തിൽ മാറ്റം വരുത്തിയ നിയമം 1933 മദിരാശി നമ്പൂതിരി ആക്ട് ആണ്. കൊച്ചിൻ നായർ ആക്ട് 1937 മുതൽ 38 വരെ പ്രകാരം ഭാര്യയ്ക്കും സ്വന്തം മക്കൾക്കും പിന്തുടർച്ച അവകാശം നൽകി. കൊച്ചിൻ നായർ ആക്ട് 1937-38 അത് പ്രകാരമാണ് ഭാര്യയ്ക്കും സ്വന്തം മക്കൾക്കും പിന്തുടർച്ച അവകാശം അനുവദിച്ചത്. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഫായി ആണ്. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഫായി. ദേവസ്വം വകുപ്പ് റവന്യൂ വകുപ്പിൽ നിന്നും വേർപെടുത്തിയ സമയത്തെ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്നും വേർപെടുത്തിയ സമയത്തെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി ഫായി. ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഫായി ആണ്. അടുത്തതായിട്ട് ശ്രീ ചിത്തിര തിരുനാൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു രാജാവായിട്ടുള്ള ശ്രീ ചിത്തിര തിരുനാളിനെ കുറിച്ച് നോക്കാം. 1931 മുതൽ 1949 വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം, അതായത് 1936 നവംബർ 12 നടന്ന ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. കടൽ യാത്ര നടത്തിയ ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. പോപ്പിനെ സന്ദർശിച്ച ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് കൂടിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമായിട്ടുള്ള നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിതമാകുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യത്തെ രാജപ്രമുഖനാണ് ഗവർണറായിട്ട് സ്ഥാനമേറ്റത് ശ്രീ ചിത്തിര തിരുനാളാണ്. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യത്തെ രാജപ്രമുഖൻ അല്ലെങ്കിൽ ഗവർണർ ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ. വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. വധശിക്ഷ നിർത്തലാക്കി. പുന്നപ്ര വയലാർ സമരത്തെ, അതായത് 1946 നടന്ന പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയത് ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയത് ശ്രീ ചിത്തിര തിരുനാളാണ്. മുഹമ്മദ് ഹബീബുള്ള ശ്രീ ചിത്തിര തിരുനാളിന്റെ ദിവാൻ ആയിരുന്നു. മുഹമ്മദ് ഹബീബുള്ളയായിരുന്നു ശ്രീ ചിത്തിര തിരുനാളിന്റെ ദിവാനായിട്ടുള്ളത്. ശ്രീ ചിത്തിര തിരുനാളിന്റെ പ്രശസ്തനായിട്ടുള്ള ദിവാനാണ് CP രാമസ്വാമി അയ്യർ. ശ്രീ ചിത്തിര തിരുനാളിന്റെ പ്രശസ്തമായിട്ടുള്ള ദിവാൻ CP രാമസ്വാമി അയ്യറാണ്. FACT തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ 1943, തിരുവനന്തപുരം വിമാനത്താവളം, തിരുവിതാംകൂർ സർവകലാശാല, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് 1938, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ശ്രീ ചിത്ര ആർട്ട് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, പണയ ബാങ്ക് 1932, തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് എന്നിവ ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്താണ്. അപ്പൊ ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്ത് ആരംഭിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് FACT,
തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ വർഷം 1943. തിരുവനന്തപുരം വിമാനത്താവളം, തിരുവിതാംകൂർ സർവകലാശാല, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് വർഷം 1938. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ശ്രീ ചിത്ര ആർട്ട് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, ഫു പണയ ബാങ്ക് 1932. തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് എന്നിവ ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്താണ്. ചിത്തിര തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ പരിഷ്കരിച്ചു. ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും നിയമനിർമ്മാണ സഭയ്ക്ക് 2 മണ്ഡലങ്ങൾ ഉണ്ടായി. ചിത്തിര തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ പരിഷ്കരിച്ചു. ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും നിയമനിർമ്മാണ സഭയ്ക്ക് 2 മണ്ഡലങ്ങൾ ഉണ്ടായി. 1938 മുതൽ 1947 വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. 1938 മുതൽ 1947 വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്നറിയപ്പെടുന്നു. പുതിയ ഉത്തരവാദ ഭരണം സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. 1947 സെപ്റ്റംബർ 4-നാണ് പുതിയ ഉത്തരവാദിത്ത ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവായിട്ട് ശ്രീ ചിത്തിര തിരുനാൾ അത് നടത്തിയത്. തിരുവിതാംകൂറിൽ രൂപം കൊണ്ട പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1948 മാർച്ച് 20-ആണ്. 1948 മാർച്ച് 20-നാണ് തിരുവനന്തപുരത്ത് രൂപം കൊണ്ട പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. പുതിയ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 120-ആണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? A.J. ജോൺ ആണ്. പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ A.J. ജോൺ. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് കവടിയാർ കൊട്ടാരത്തിൽ വെച്ച് 1991-ലാണ് അന്തരിച്ചത്. ശ്രീ ചിത്തിര തിരുനാൾ കവടിയാർ കൊട്ടാരത്തിൽ വെച്ച് അന്തരിച്ചത് 1991. C.P. രാമസ്വാമി അയ്യരെ കുറിച്ച് നോക്കാം. ശ്രീ ചിത്തിര തിരുനാളിന്റെ പ്രമുഖ ദിവാനാണ് C.P. രാമസ്വാമി അയ്യർ. C.P. രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായിട്ടുള്ള വർഷം 1936. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് C.P. രാമസ്വാമി അയ്യർ. ഒരേ സമയം 2 സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി വഹിച്ച തിരുവിതാംകൂർ ദിവാനാണ് C.P. രാമസ്വാമി അയ്യർ. എവിടത്തെയൊക്കെയാണ്? ബനാറസും അണ്ണാമലൈ സർവകലാശാലയുടെയും. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് C.P. രാമസ്വാമി അയ്യർ. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാൻ C.P. രാമസ്വാമി അയ്യർ. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാനാണ് C.P. രാമസ്വാമി അയ്യർ. സർ C.P.യെ 1947 ജൂലൈ 25-ന് ആക്രമിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമാണ് K.C.S. മണി. K.C.S. മണിയുടെ യഥാർത്ഥ നാമമാണ് കോഞ്ഞാട്ട് മഠം ചിദംബര സുബ്രഹ്മണ്യ അയ്യർ. കോഞ്ഞാട്ട് മഠം ചിദംബര സുബ്രഹ്മണ്യ അയ്യർ എന്ന് യഥാർത്ഥ നാമമുള്ളത് K.C.S. മണിയാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണകാലഘട്ടം ഇപ്പം നമ്മൾ ഇത്രയും പഠിച്ചത് കറക്റ്റ് ഓർഡറിൽ ഒന്ന് നോക്കാം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണകാലഘട്ടം. ആദ്യം തന്നെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729 മുതൽ 1758 വരെ. രണ്ടാമത് പഠിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മ 1758 മുതൽ 1798 വരെ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ 1798 മുതൽ 1810 വരെ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. നാലാമതായിട്ട് റാണി ഗൗരി ലക്ഷ്മി ഫായ് 1810 1815. റാണി ഗൗരി ലക്ഷ്മി ഫായ് 1810 1815. റാണി ഗൗരി പാർവതി ഫായ് 1815 മുതൽ 1829 വരെ. റാണി ഗൗരി പാർവതി ഫായ്. അടുത്തതായിട്ട് സ്വാതി തിരുനാൾ
1829 മുതൽ 1846. സ്വാതി തിരുനാളാണ് 1829-46. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1846 മുതൽ 1860 വരെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആയില്യം തിരുനാൾ രാമവർമ്മ 1860 മുതൽ 1880 വരെയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. ശ്രീ വിശാഖം തിരുനാൾ. ശ്രീ വിശാഖം തിരുനാളിന്റെ കാലഘട്ടം 1880 മുതൽ 1885. ശ്രീ വിശാഖം തിരുനാൾ. അടുത്തത് ശ്രീമൂലം തിരുനാൾ 1885 മുതൽ 1924 വരെ ശ്രീമൂലം തിരുനാളാണ് ഭരിച്ചത്. റാണി സേതു ലക്ഷ്മിഭായ് 1924 മുതൽ 1931 വരെയാണ് റാണി സേതു ലക്ഷ്മിഭായ്. ശ്രീ ചിത്തിര തിരുനാൾ 1931 മുതൽ 1949 വരെ ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആയിട്ടുള്ള വർഷം 1965. തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിനെ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്കിയ വർഷം 1965. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1936. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ 1936. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിട്ടുള്ള വർഷം 1956. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC ആയത് 1956. തിരുവിതാംകൂർ സർവകലാശാലയെക്കുറിച്ച് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് തിരുവിതാംകൂർ സർവകലാശാല. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായിട്ടുള്ള വർഷം 1937. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 1957. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല ആയ വർഷം 1957. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലറാണ് ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് സാർ CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ സാർ CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ആരാണ്? അറുമുഖം പിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാനാണ് അറുമുഖം പിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ അഹിന്ദു ആയിട്ടുള്ള ദിവാനാണ് മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ അഹിന്ദു ആയിട്ടുള്ള ദിവാൻ മൺട്രോ. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ മുഹമ്മദ് ഹബീബുള്ള. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ മുഹമ്മദ് ഹബീബുള്ള. തിരുവിതാംകൂറിന്റെ ആദ്യത്തെ റെസിഡന്റ് ദിവാനാണ് മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ദിവാൻ മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ആരാണ്? മെക്കാള പ്രഭുവാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് മെക്കാള. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ആയിട്ടുള്ള ദിവാൻ മൺട്രോ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ T. രാമറാവു. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് T. രാമറാവു. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബ്ബയ്യ. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബ്ബയ്യ. തിരുവിതാംകൂറിൽ നായർ പടയെ മാറ്റി ഒരു പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാനാണ് ഉമ്മിണിത്തമ്പി. തിരുവിതാംകൂർ നായർ പടയെ മാറ്റി ഒരു പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ഉമ്മിണിത്തമ്പിയാണ്. നീതിന്യായ നിർവഹണത്തിന് വേണ്ടി ഇൻസുവാഫ് എന്ന കോടതിക്ക് രൂപം നൽകിയ ദിവാനാണ് ഉമ്മിണിത്തമ്പി. നീതിന്യായ നിർവഹണത്തിന് വേണ്ടി
ഇൻസുവാഫ് എന്ന കോടതിക്ക് രൂപം നൽകിയതും ഉമ്മിണിത്തമ്പിയാണ്. ധർമ്മരാജയുമായിട്ട് സഖ്യമുണ്ടാക്കി കൊച്ചിയിലെ രാജാവ് കേരളവർമ്മയാണ്. ധർമ്മരാജയുമായിട്ട് സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് കേരളവർമ്മ. എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിച്ചത് ദിവാൻ ശങ്കരവാര്യരാണ്. എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിച്ചത് ദിവാൻ ശങ്കരവാര്യർ. മാർത്താണ്ഡവർമ്മയുമായിട്ടുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിന്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് ഏരുവയൽ അച്യുതവാര്യരാണ്. ഏരുവയൽ അച്യുതവാര്യരാണ് മാർത്താണ്ഡവർമ്മയുമായിട്ടുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിന്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത്. ധർമ്മരാജയുടെ പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് മാത്രമാണ് നോക്കുന്നത്. ധർമ്മരാജയുടെ പ്രധാനപ്പെട്ട ആട്ടക്കഥകളാണ് സുഭദ്രാഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, നരകാസുരവധം, ഗന്ധർവ വിജയം. ഇതൊക്കെയാണ് സുഭദ്രാഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, നരകാസുരവധം, ഗന്ധർവ വിജയം. ഇളയിടത്ത് സ്വരൂപം, അതായത് കൊട്ടാരക്കരയിലെ ഇളയിടത്ത് സ്വരൂപം തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി. ഇളയിടത്ത് സ്വരൂപം തിരുവിതാംകൂറിൽ കൂട്ടിച്ചേർത്ത ഉടമ്പടി മാന്നാർ ഉടമ്പടി. തിരുവിതാംകൂറിൽ നിരോധിച്ച ആദ്യത്തെ പത്രമാണ് സന്ദിഷ്ടവാദി. തിരുവിതാംകൂർ പോലീസിന്റെ പിതാവാണ് O.M. ബെൻസ്ലി. തിരുവിതാംകൂറിലെ പോലീസിന്റെ പിതാവാണ് O.M. ബെൻസ്ലി. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ തിരുവിതാംകൂർ ദിവാനാണ് സാർ C.P. രാമസ്വാമി അയ്യർ. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ സാർ C.P. രാമസ്വാമി അയ്യരാണ്. അമേരിക്കൻ മോഡൽ ഭരണം ആവിഷ്കരിച്ചത് C.P. രാമസ്വാമി അയ്യരാണ്. അമേരിക്കൻ മോഡൽ ഭരണം ആവിഷ്കരിച്ചത് ആരാണ്? സാർ C.P. രാമസ്വാമി അയ്യർ. വിഴിഞ്ഞം തുറമുഖം, ബാലരാമപുരം പട്ടണം എന്നിവയുടെ ശില്പി ഉമ്മിണിത്തമ്പിയാണ്. വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണം എന്നിവ പണിയഴിപ്പിച്ച് അതിന്റെ ശില്പിയായിട്ടുള്ളത് ഉമ്മിണിത്തമ്പി. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? നാഗർകോവിൽ. LMS പ്രസ്ഥാനം തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചത് നാഗർകോവിലാണ്. തിരുവിതാംകൂറിലെ ദിവാൻ പദവി മുഴുവൻ സമയവും വഹിച്ച ഹൈന്ദവ ഇതരനായിട്ടുള്ള ആദ്യ വ്യക്തിയാണ് M.E. വാട്സ്. തിരുവിതാംകൂറിലെ ദിവാൻ പദവി മുഴുവൻ സമയം വഹിച്ചിട്ടുള്ള ഹൈന്ദവ ഇതരനായിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് M.E. വാട്സ്. 1933 നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച തിരുവിതാംകൂർ ദിവാനാണ് T. ഓസ്റ്റിൻ. 1933 നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച തിരുവിതാംകൂർ ദിവാൻ T. ഓസ്റ്റിനാണ്. വില്ലേജ് സ്കൂൾ പദ്ധതി ആരംഭിച്ച തിരുവിതാംകൂർ ദിവാൻ ആണ് T. രാമറാവു. വില്ലേജ് സ്കൂൾ പദ്ധതി ആരംഭിച്ച തിരുവിതാംകൂർ ദിവാൻ T. രാമറാവു. ചിത്തിര തിരുനാളിന്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട ക്ഷേത്രപ്രവേശന പഠന കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? V.S. സുബ്രഹ്മണ്യ അയ്യർ. V.S. സുബ്രഹ്മണ്യ അയ്യറാണ് ചിത്തിര തിരുനാളിന്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട ക്ഷേത്രപ്രവേശന പഠന കമ്മിറ്റിയുടെ അധ്യക്ഷൻ. തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരാണ്? P.G.N. ഉണ്ണിത്താൻ. P.G.N. ഉണ്ണിത്താൻ. ആക്ടിംഗ് ആയിട്ടുള്ളത് തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാനായിട്ട് ആക്ടിംഗ് ആയിട്ടുള്ളത് P.G.N. ഉണ്ണിത്താനാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സൂപ്രണ്ട്, ഇമ്പോർട്ടന്റ് ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സൂപ്രണ്ട് ആരാണ്? ഒലിവർ H. ബെൻസ്ലി ആണ്. 1881 ഒലിവർ H. ബെൻസ്ലി തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സൂപ്രണ്ടായിട്ട് ചുമതലയേറ്റത്. സോ ഫ്രണ്ട്സ്, എനിക്കറിയാം ഇതൊരു വലിയ വീഡിയോ ആയിപ്പോയി. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിരുവിതാംകൂർ ചരിത്രത്തിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാരെയാണ് നമ്മൾ പഠിക്കേണ്ടത്. മുഴുവൻ പേരെ നമ്മൾ കവർ ചെയ്ത് തീർത്തുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് ലെങ്ത് ഇച്ചിരി കൂടിപ്പോയത്.
നിങ്ങൾ മാക്സിമം എല്ലാം തന്നെ 1 വട്ടോ 2 വട്ടോ എങ്കിലും കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. അതിനു മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്നെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.